നമസ്കാരം. വിവാദമായ മാസപ്പടി കേസ് ദില്ലി ഹൈക്കോടതിയിൽ പുരോഗമിക്കവേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായുള്ള SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് അവകാശപ്പെട്ട് CMRL രംഗത്തു വന്നു. ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം പാടില്ല എന്നാണ് CMRLന്റെ വാദം. കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം. കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന് രഹസ്യരേഖകൾ എങ്ങനെ കിട്ടിയെന്നും CMRL ചോദിച്ചു. ഷോണിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തുന്നത്. SFIO അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജിയിൽ തിങ്കളാഴ്ച വാദം തുടരും. മാസപ്പടി കേസിലെ SFIO ED അന്വേഷണത്തിനെതിരെയാണ് CMRL ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. മാസപ്പടി കേസിൽ CMRL കമ്പനിക്കെതിരായ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മാസപ്പടി ഇടപാട് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് CMRL ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച SFIO അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് അറിയിച്ചിരുന്നു. 2 ആഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും ഡൽഹി ഹൈക്കോടതിയെ അവർ അറിയിച്ചിട്ടുണ്ട്. കേസെടുക്കണോ എന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്നും വീണ വിജയനെ ചോദ്യം ചെയ്തുവെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാസപ്പടി കേസ് നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് SFIO നൽകുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് പച്ചക്കൊടി കിട്ടിയാൽ മുഖ്യമന്ത്രിയുടെ മകളടക്കം ഉള്ളവർക്കെതിരെ കേസ് വേണോ എന്നതിൽ തീരുമാനമെടുക്കുക കേന്ദ്ര സർക്കാർ ആയിരിക്കും. ഇതിനിടയിലാണ് അന്വേഷണം മരവിപ്പിക്കണമെന്ന ആവശ്യവുമായി CMRL തന്നെ രംഗത്തിറങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അടക്കം 20 പേരെ ചോദ്യം ചെയ്തു കഴിഞ്ഞ മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണം അന്തിമഘട്ടത്തിൽ നിൽക്കുമ്പോഴുള്ള CMRLന്റെ ഇടപെടൽ ദുരൂഹമാണ്. നേരത്തെ കേസിൽ വീണ വിജയൻ അടക്കം 20 പേരെ ചോദ്യം ചെയ്തുവെന്നും അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചക്കകം സമർപ്പിക്കുമെന്നും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വീണ അടക്കമുള്ളവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി ആവശ്യമുണ്ടോ എന്ന കാര്യം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്നും SFIO ഹൈക്കോടതി അറിയിച്ചു. CMRLന്റെ ഇടപെടലോടെ കേസ് വഴിതിരിയുമോ എന്ന് കാത്തിരുന്നു കാണാം.